ഹലോ. ഹലോ. ആ മൻസൂറാകല്ലേ? ആ അതെ. ഞാനിപ്പോ ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടിരുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മറ്റൊരു പുതിയ ചാനലില്ലേ, മുറയോ ആ അപ്പൊ ഏത് അതില് ചാനലാ? ഒരു പുതിയൊരു ചാനല്, എയുടെ ഒരു ചാനല്, ഞാൻ പേര് ഓർക്കുന്നില്ല, മുറ എയോ അങ്ങനെ എന്തൊരു ചാനലില്ലേ, ഏത് പുതിയൊരു ചാനൽ? എക്ക് വേണ്ടിയിട്ടൊരു ചാനലൊന്നും ഇല്ലല്ലോ. അല്ല, പുതിയൊരു ചാനൽ നിങ്ങൾ തുടങ്ങിയില്ലായിരുന്നോ, എന്തൊരു പുതിയ പേര് വെച്ചിട്ട്? ഒന്നൊന്നുമല്ല. മൊത്തം 5-8 ചാനലുകളുണ്ട്. ഏത് ചാനലാ? മറ്റേ ഏത് ചാനല്? എ ഐ എന്നാണ് ലാസ്റ്റ് കാണുന്നത്. അതിലൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല. റഷീദ് സഖാഫി പത്തപ്പിരിയം പ്രസംഗിച്ചൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ തന്നെയല്ലേ? ആ അത് ഞാൻ ഒരു മഴന്റെ വീഡിയോ. ആ അപ്പൊ അത് കണ്ടപ്പോ വിളിച്ചാണ്. ആ അപ്പൊ അതിലിപ്പോ ഈ ഒരു അയിലത്തൂര് തങ്ങളുടെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ മൂപ്പര് പറയുന്നത്, അല്ലെ? ആ അതെ. അപ്പൊ അതില് പിന്നെ നമ്മുടെ ഈ KNM പ്രസിദ്ധീകരിച്ചൊരു ബുക്കില് ഈ AP അബ്ദുൽ ഖാദർ മൗലവി ഇതുപോലെ മഴ നിർത്തിയൊരു സംഭവം പറയുന്നുണ്ടല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടിച്ച് വാട്സാപ്പിൽ ചെയ്യും, നമുക്കതും വീഡിയോ ചെയ്യും. അതൊന്ന് വീഡിയോ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഓക്കെ. പിന്നെ വേറെന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ, റാഹത്താണ്. ഓക്കെ. ഞാൻ മറ്റു വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു വരുന്നുള്ളൂ. ഓക്കെ. അത് കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ ഒരു KNM പ്രസിദ്ധീകരണം കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാരും ഒരുപോലെയാണ്. അതെ. പിന്നെ ഈ ഫൈസൽ മൗലവി ഒരു വിഷയം പറയുന്നുണ്ട്, ഈ മരണം നേരത്തെ അറിഞ്ഞ വിഷയಕ್ಕೆ അദ്ദേഹത്തിന്റെ ഗുരുവര്യനെ ഒരു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നേരത്തെ തന്നെ കസേരയും ചെയറൊക്കെ പന്തലൊക്കെ റെഡിയാക്കിയെന്ന്, അങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട്. അത് ഞാൻ അയച്ചുതരാം. അപ്പൊ അതും കൂടി ഒന്ന് വീഡിയോ ചെയ്യണം. ഓക്കെ. ശരി. ഹലോ. ഞാൻ ആ തെളിവ് വിട്ടിട്ടുണ്ട് കേട്ടോ. ശരി. പിന്നെ ഒരു വീഡിയോ കണ്ടിരുന്നേ, പേരോട് ഉസ്താദായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ആ ചാനൽ നിങ്ങളുടെ തന്നെയാണല്ലോ അത്, ട്രൂത്ത് മുറായി എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ അല്ലേ അത്? അതെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്, ആ ചാനലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതില് പിന്നെ ഈ ഒരു തവസ്സുലായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം, ഇസ്തിഗാസയും തവസ്സുലും മിക്സ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന കണ്ടിരുന്നേ. അപ്പൊ അതില് ഈ പിന്നെ ഈ നിമിത്തമാക്കി വെച്ചിട്ടുള്ളതിന് തെളിവുണ്ടോന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങള്. ഇപ്പൊ നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് അള്ളാഹു നിമിത്തമാക്കിയതിന് തെളിവുണ്ടോ ഇപ്പോ അങ്ങനെ വന്നാല്? എന്താ ചോദ്യം? മനസ്സിലായില്ല. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ദർവിഷ് എന്നാണ്. ദർവിഷ്. അതെ. നിങ്ങള് ഗവൺമെന്റ് സർവീസിലാണോ? അല്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് കണ്ടു? നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഒരു കോൺട്രാക്റ്റില്. പിന്നെ അപ്പോ ഈ നമ്മള് നിമിത്തമാക്കിയതിന് രേഖയുണ്ടോ ഇപ്പോ ശരിക്കും പറഞ്ഞാല്? എന്താണ് ഇപ്പോ ആക്ച്വലി നിങ്ങളുടെ പോയിന്റ് എന്താണ്? നിങ്ങൾ പറയുന്ന പോയിന്റ് എന്താ? നമ്മള് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോയിന്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹു നിമിത്തമാക്കിയ നിലക്ക് അവരായിട്ടൊക്കെ ബന്ധപ്പെടാതെ, ആരായാലും അവരായിട്ട് ബന്ധപ്പെടാന്നുള്ളതാണ്. അത് വിലക്കാത്ത ഇതൊക്കെ പറഞ്ഞു വരുന്നത് മയ്യത്തിന് വിളിച്ച് തേടാനല്ലേ? അല്ല, ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതാണ് ഇതിന്റെയൊക്കെ ബേസ്. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അത്. പറയാത്തൊരു വിഷയങ്ങൾ പറയാൻ പാടില്ലല്ലോ. എന്റെ വിഷയം ഈ മായാവി തള്ളുകൾ കാരണം യുവാക്കൾ ഈ മതം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോന്നറിയില്ല, എന്റെ നാട്ടിലൊക്കെ അത് ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തില് നിങ്ങള് മാന്യമായിട്ടാണ് ഞാൻ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ മാന്യമായിട്ട് ഇടപെടണം. ഇപ്പൊ ഇന്ന് ക്യാമ്പയിൻ ചെയ്ത് വിളിക്കുന്നത്, ഇത് 8ാമത്തെയോ 9ാമത്തെയോ കോളാണ് നിങ്ങളുടേത്. പല ആളുകൾ വിളിച്ച് നമ്മളെ വൈബ്രന്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ പെരുന്നാൾ നല്ലൊരു സുദിനത്തില് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മാന്യമായിക്കൊണ്ട് യുക്തിവാദം, ഇസ്ലാം വിരോധം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ലിയാഖത്ത് അലി. ഈ ലിയാഖത്ത് അലി മണ്ണാർക്കാട്ടുകാരനാ. എന്റെ സുഹൃത്ത്. അവനല്ലാത്തവരെല്ലാം എന്റെ സുഹൃത്തുക്കളാ. അവന്റെ അനിയനും ജ്യേഷ്ഠന്മാരെല്ലാം മരണപ്പെട്ടു പോയ 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഇപ്പൊ ഹയാത്തുള്ള 2 ജ്യേഷ്ഠന്മാരും അയാളുടെ പെങ്ങന്മാരെ മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ. ഈ വ്യക്തിയൊക്കെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം വിരോധവും അതുപോലെയുള്ള യുക്തിവാദവും യുക്തിരഹിതമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അൽ ഉസ്താദ് റോസ്റ്റഡ് എന്ന ചാനലിലൂടെയൊക്കെയാണ്.
ഓ, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനവര് ഉപയോഗപ്പെടുത്തുന്നത് ഈ ഉസ്താദുമാര് പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഇത്തരം വീഡിയോകളാണ്. പണ്ട് മാല മൗലൂദുകളിൽ പലതും എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ ബേസ് എന്നുള്ളത് മക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് സുന്നത്തിലുള്ളത്, ഇതടിസ്ഥാനമാക്കി മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അത് നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. കേരളത്തില് ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ജീവിച്ചിരുന്ന കുറച്ച് ആളുകള്, ഈ ആളുകളാണ് ഇന്ന് ഈ ലോകം നിയന്ത്രിക്കുന്നത്. അതുപോലെയുള്ള ലൗഹുൽ മഹ്ഫൂദ് തിരുത്താൻ വരെ എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് ഇവർക്ക് അറിയില്ലേ? ദർവീഷ്, താങ്കൾ പഠിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ പല ഭാഗത്തൂടെ പരാമർശിക്കുന്നുണ്ട് ലൗഹിനെ കുറിച്ചിട്ട്. അള്ളാന്റെ റസൂല് സ്വഹീഹായ റിവായത്തിലൂടെ വന്ന മുസ്ലിമിലെ പരിശുദ്ധ ഖുർആൻ ലൗഹിൽ നിന്നാണ് അവതരിക്കപ്പെട്ടത് എന്ന്. ഈ ലൗഹ തിരുത്തുവാൻ കഴിവുള്ള ആളാണ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ CM മടവൂർ എന്ന് പറയുമ്പോ ഇത് വലിയ വലിയ ഉസ്താദുമാരാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് വിരൽത്തുമ്പിലല്ലേ ഓരോ കാര്യങ്ങള്. ഇപ്പോ പണ്ട് നമ്മൾ പറയും, ഞാനിങ്ങനെ പറഞ്ഞു വെറുപ്പിക്കല്ല, നിങ്ങൾക്ക് സംസാരിക്കാട്ടോ. അതായത് ഇത്ര ഹദീസുകൾ മനഃപ്പാടമുള്ളവരാണ്, ഇത്ര ഹദീസുകൾ അറിയുന്ന ഹാഫിളീങ്ങളാണ് ഇന്ന ഇമാമിങ്ങൾ എന്ന് പറയും. ആ ഇമാമിന് ഇപ്പോ ഷാഫി ഇമാമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പൂർവ്വസൂരികളിൽപ്പെട്ട പ്രധാനിയാണ്. ആ ഇമാമിനെ ഞാൻ ഇകഴ്ത്തി പറയല്ല, ഒരു വാക്ക്, അദ്ദേഹത്തിന് ലഭിക്കാത്ത ഹദീസ് ഇന്ന് സാധുവായ എനിക്കും താങ്കൾക്കും ലഭിക്കും, ഇല്ലേ? അല്ല, അതെനിക്കറിയില്ല. കാരണം വെച്ചാൽ എനിക്കത് ലഭിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് വേറെ വിഷയമല്ലേ. അല്ല അല്ലേ ദർവീഷ് സാഹിബേ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം. ഒരു മിനിറ്റ്. അതായത് ഈ മാലിക് ഇമാമിന്റെ അടുത്തേ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്തിലെ ഹദീസ് ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹം അതിനെതിരായിട്ട് അമല് ചെയ്ത സംഭവങ്ങളുണ്ട്. അതിന് പ്രത്യക്ഷത്തിൽ അതിനെതിരായിട്ട്, കാരണം അത് ഹദീസിന്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ അവർക്കല്ല നന്നായിട്ട് അറിയുള്ളൂ. കാരണം അവര് മുജ്തഹിദുകളായ പണ്ഡിതന്മാരല്ലേ. ഇപ്പൊ 100-200 ഹദീസ് കണ്ടിട്ടായിരിക്കുമല്ലോ ഒരു വിഷയത്തിൽ ഫത്വ പറയാം. ഞാൻ അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കുക. അതായത് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയൽ വെറുക്കപ്പെട്ടതാണെന്നാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഇമാമായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് ആ ഹദീസ് ഉസ്താദിന് ലഭിക്കാത്തത് കാരണം കൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്. അസ്സലാത്തു ഖൈറും മിനന്നൗം ചൊല്ലൽ സുന്നത്ത് തന്നെയാണ് എന്ന് പിൽക്കാല പണ്ഡിതനായ ഇമാം യഹ്യ ബിൻ ഷറഫ് നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതെ, ആ ഹദീസ് ഉസ്താദിന് ലഭിക്കാത്തത് കൊണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഷറഹ് മുഹദ്ദബിലാണ് അത്. തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം കൂടി ഇമാം സുന്ന എന്ന് പറയുന്ന ഹനഫി ഇമാം നമ്മുടെ വിഷയം അല്ല, ഞാൻ പറഞ്ഞത് നമുക്കിന്ന് ലഭിക്കും എന്ന് പറയുന്ന ആ ഒരു ഇതാണ് പറയുന്നത്. അവരെക്കാൾ പണ്ഡിതരി എന്നല്ല ഇതിനർത്ഥം. ഇല്ല, ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾക്ക് ലഭിച്ച ഹദീസ് ഒന്നും പിൻഗാമികൾക്ക് കിട്ടൂല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി അതായത് ഹനഫി ഇമാമ് പറഞ്ഞിട്ടുള്ളത് മഅ്മൂമിന്റെ ശബ്ദം ഇമാമിന്റെ ശബ്ദത്തെക്കാൾ കൂടുതൽ ഉയരാൻ പാടില്ല. അപ്പോ ഈ ഇമാം വലദ്വാലീൻ എന്ന് പറഞ്ഞാൽ മഅ്മൂം ആമീൻ എന്ന് പറയൽ അതുകൊണ്ട് തന്നെ ഇന്നും ഹനഫി മദ്ഹബുകാർ അത് എടുക്കുന്നില്ല. എന്നാൽ ഇമാം ഷാഫി പറഞ്ഞു ചില വിഭാഗങ്ങൾക്ക് ആ ആമീൻ എന്ന് പറയുന്നത് വളരെ വളരെ ദേഷ്യം വരുന്ന, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ ഉറക്കെ പറയണം എന്നുള്ള ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ മുൻകഴിഞ്ഞു പോയ ഒരു ഇമാമ് പറഞ്ഞത്, ഇനി ഇതിനൊക്കെ നിങ്ങളെ ഈ ഒരു കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഇവരുടെയൊക്കെ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ നിരൂപണത്തിന് അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു സ്വഹീഹായ ഹദീസ് വന്നാൽ അതാണ് എന്റെ മദ്ഹബ്, അതാണ് എന്റെ അഭിപ്രായം. എന്താണ് അതിന്റെ അർത്ഥം? അത് പിന്നെ മുജ്തഹിദുകളായ മറ്റു പണ്ഡിതന്മാരോട് പറഞ്ഞാന്നുള്ളത് അങ്ങനെ ആക്കുമ്പോഴാണ് അത് ഈ പൗരോഹിത്യത്തിന്റെ ഒരു അജണ്ടയാണ്, പ്രൊപ്പഗണ്ടയാണ്. ഓക്കെ, നമ്മളെ വിഷയം അതല്ല. എന്തായാലും ഇന്ന് നമുക്ക് ഒരു ഹദീസ്
പഠനം നടത്താൻ ഞാൻ ചോദിച്ചത് നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച ചെയ്താൽ ഇവിടെ എത്തൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിഖഹിന്റെ വിഷയങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പോകുന്നത്. ഞാൻ ചോദിച്ചൊരു വിഷയം ഉണ്ടായിരുന്നേ, ഞാൻ ചോദിച്ചൊരു വിഷയം ഉണ്ടായത് വെച്ചാലേ പിന്നെ ഒരു സെക്കൻഡേ. ഹലോ ഹലോ പറഞ്ഞോളൂ. ആയിക്കോട്ടെ. നമ്മൾ ചോദിച്ചു വന്ന വിഷയം വെച്ചാൽ പിന്നെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചത്. അതായത് ഇപ്പൊ നമ്മുടെ വിഷയങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഷിർക്ക് തൗഹീദായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണല്ലോ. ബേസിക്കലി സംഗതി ഷിർക്കാണോ ഷിർക്കല്ലേ എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അപ്പൊ ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ ഒരു സംഗതി ഷിർക്കാകുന്നത് എപ്പോഴാണ് എന്ന് ചില വിഷയം ക്ലിയർ ആവുമല്ലോ അല്ലെ? അപ്പൊ അത് ഇവിടെ ഈ സമസ്തക്കാര് ചെയ്യുന്ന പണ്ടിൽ എങ്ങനെയാണ് ഷിർക്ക് വരുന്നത് എന്നോ നിങ്ങൾ പറഞ്ഞാല് ആ വിഷയം നമുക്ക് ക്ലിയർ ആവൂലോ. ഏത് വിഷയമാണ്? അവർ ചെയ്യുന്ന ഇസ്തിഗാസാണ്, അവർ തവസ്സുലിന് പേരിട്ട് വിളിക്കുന്ന ഇസ്തിഗാസാന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു മരിച്ചോലോടോ ജീവിച്ചോലോടോ ഒക്കെ നടത്തുന്ന ദർവീഷ് നിങ്ങളുടെ പേര് പറഞ്ഞു. ഈ ഒരു വിഷയം ഷിർക്ക് തൗഹീദ് എന്താണെന്നുള്ളത് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. എന്താണ് ഷിർക്ക് എന്നുള്ളതും എന്താണ് തൗഹീദ് എന്നുള്ളതും എന്താണ് ബിദ്അത്ത് എന്നുള്ളതും. ഇവിടെ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്തോ, ഞാൻ ഉത്തരം ഇസ്തിജാബത്ത് നൽകാമെന്ന് അല്ലേ? അല്ലാത്തവരെ വിളിച്ച് തേടുവാൻ ഇതുപോലെ ഖുർആനിൽ നിന്ന് ഒരായത്ത്. ഈ അല്ലാത്തതൊന്നും എല്ലാരും പെട്ടില്ലേ അത്? അതെ, എല്ലാരും പെട്ടില്ല ഇപ്പൊ. അതെ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ദുആ ചെയ്യാൻ വേറെ തെളിവുണ്ടോന്നല്ലേ? തെളിവ് ഖുർആനിൽ നിന്നൊരു തെളിവ്. പിന്നെ ആസാറു സ്വഹാബാക്കളിൽ നിന്നൊരു ഇവിടെ ആരും വാദിക്കുന്നുണ്ടോ അങ്ങനെ ഇബാദത്തായ നിലക്ക് ദുആ മറ്റൊരാൾക്ക് ചെയ്യാന്നുള്ളത്? എന്താണ് ഇസ്ലാം? അല്ലേ, അള്ളാഹുവിന് പുറമെ ആർക്കെങ്കിലും ഇബാദത്തെടുക്കാമെന്ന് ആരെങ്കിലും ഇവിടെ വാദിക്കുന്നുണ്ട്? സാഹിബേ, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ചോദിച്ചത് മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് എന്താണ് എന്നോട്? അള്ളാഹുവിന് പുറമെ മറ്റാരോടെങ്കിലും ദുആ ചെയ്യാൻ പിന്നെ തെളിവുണ്ടോ എന്നോട് ചോദിച്ചേ. ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യാനുള്ള തെളിവാക്കുന്നത് നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. അതിനല്ലേ മറുപടി പറയേണ്ടത്? ആയിക്കോട്ടെ. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് എന്തടിസ്ഥാനാക്കിയിട്ടാണ്? എങ്ങനെ? അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടോ താങ്കൾ? ഉണ്ട്. അത് എന്തടിസ്ഥാനമാക്കിയിട്ടാണ് ദുആ ചെയ്യുന്നത്? എന്തടിസ്ഥാനാക്കി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അള്ളാഹിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് അതിന്റെ മാനദണ്ഡം എന്നാണ് ചോദിച്ചത്. അള്ളാഹു റബ്ബാണ്, ഇലാഹാണ് എന്ന വിശ്വാസത്തിൽ അവനോട് നടത്തപ്പെടുന്ന എന്തൊക്കെ സംഗതികൾ, അത് പ്രതീക്ഷയാകാം, ഭയമാകാം. വളരെ ഈസി ആയിട്ട് ഞാനത് പറഞ്ഞു. വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയണു, ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്തോലെയും ഞാൻ ഉത്തരം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞ നമ്മളെ പ്രശ്നം തീർന്നു. ഇനി മറ്റുള്ളവരെ വിളിച്ച് തേടണമെങ്കിൽ ഇസ്ലാമിൽ ഒരു കാര്യം അമലായിട്ട് എടുക്കണമെങ്കിൽ അതിന് ഇസ്നാദുകൾ നിർബന്ധമാണ്. അപ്പോ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഓതിക്കോളിയും, അല്ലെങ്കിൽ വമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് ഒരു കൗല് അല്ലെങ്കിൽ ഫഅല്, അതുമല്ലെങ്കിൽ ആസാറു സ്വഹാബ. അതും കഴിഞ്ഞ് ഞാൻ ഇത് ഒരു പക്ഷേ ആരെങ്കിലും കേൾക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ 100 കാര്യങ്ങൾ ഞാൻ ഇതിന്റെ തെളിവായിട്ടിടാം. അല്ല, ഞാൻ ചോദിച്ചതേ, അള്ളാഹുവിന് പുറമെ ഒരാൾക്ക് ഇബാദത്ത് എടുക്കാമെന്ന് ഇവിടെ ആരെങ്കിലും വാദിക്കുന്നുണ്ടോ കേരളത്തില്? കേട്ടോളി ഒറ്റ മിനിറ്റ്. അതായത് നമ്മുടെ കയ്യില് ഈ സാധനങ്ങൾ റെഡിയിലുണ്ട്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും,
ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. സാഹിബേ, ഇത് AP അബൂബക്കർ ഉസ്താദിന്റെ മകൻ AP അബ്ദുൽ ഹക്കീം അസ്അരിയാണ്. ഉസ്താദ് തന്നെയാണ്. ബഹുമാന്യനായ AP അബ്ദുൽ ഹക്കീം അസ്അരി ഉസ്താദാണ് ഈ പറഞ്ഞത്. മനസ്സിലായി. ഞാൻ ഇതിന് ഇസ്ലാമിൽ ഒരു തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോകൾ അല്ല, ഞാൻ പറയട്ടെ, ഇതിന് ഒരു മിനിറ്റ് മണിക്കൂർ പറഞ്ഞാൽ ഞാൻ ഒറ്റ മിനിറ്റ് മറുപടി പറയണ്ടേ? അതന്നെ ഞാൻ പറഞ്ഞത്, അതിന് തീർന്നിട്ടില്ല. ഇതിന് ഇസ്ലാമികമായിട്ട് ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ആസാറു സ്വഹാബയിൽ നിന്നോ ഒരു തെളിവ് വന്നാലേ എന്റെ വീഡിയോകൾ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ക്ഷമാപണ വീഡിയോ എന്ന് ഞാനിടും. പറഞ്ഞോളേ. എന്റെ ഈ വിളിച്ചു പ്രാർത്ഥനയുടെ അറബി അർത്ഥം എന്താ? ദുആ എന്ന് ഇവിടെ പറഞ്ഞത്. ദുആന് ഏത് കിതാബിലാണ്? അജ്ജാദി പിന്നെ കാണിക്കല്ലേ? ഇത് ആളുകൾ അല്ല, നിങ്ങളെ ഞാൻ നിങ്ങളോട് എന്നോട് സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ് പ്രാർത്ഥന, ഒരു മിനിറ്റ് ഇതിനൊക്കെ പല അർത്ഥമുണ്ട്. ഇത് ആളുകൾ മനസ്സിലാക്കും. ഒരു മിനിറ്റ്, അനുവദിക്കാത്തത് ഞങ്ങളോട് എന്താ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ അജ്മാദത്തായിക്കൊണ്ടുള്ള ഒരു ദുആ അതെവിടെയെങ്കിലും നടത്താമെന്ന് ഒരാളും വാദിച്ചിട്ടില്ലല്ലോ. കളവ് പറയുന്ന നിങ്ങൾ കളവ് പറയുന്നത് മനസ്സിലായ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം തേടാന്നോ അതൊക്കെ പല അർത്ഥം ഉണ്ടാവും ഭാഷാപരമായിട്ട്. മനസ്സിലായില്ലേ? ഫൈസൽ മൗലവി തന്നെ ദുആക്ക് പല അർത്ഥം പറഞ്ഞില്ല. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്നുള്ളതിന് തെളിവ് പറഞ്ഞോ? അല്ലല്ല, ഈ വിഷയം ശരി. ഈ പാട്ട് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് എത്തിയിട്ട് ഇമാം ഷാഫി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഇങ്ങനെ ഓതിയിട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ വിളിച്ചുകൊണ്ട്, മഹാനവറുകളെ, ഇവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന മസ്അല പ്രകാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം, എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം, അവരുടെ പെരുന്നാൾ നിസ്കാരം, അവരുടെ നിക്കാഹ്, അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് ശാഫിഈ ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട്. ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ലേ? ഔറംഗസീബിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂപ്പര് സിയാറത്തിന് വന്നപ്പോ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ, അയാൾ കണ്ണ് കാണുന്നില്ല. ഉടനെ ഔറംഗസീബിന്റെ പ്രസ്താവന വന്നു, ഖാജയുടെ മുന്നിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായി വരുന്ന അപ്പോഴൊക്കെയും നീ കണ്ണ് കാണാതെ ഇരിക്കുകയാണ്. ഞാൻ ഈ വരവും നീ തിരിച്ചുണ്ട് കാണാതെ ഇവിടെ ഇരുന്നാൽ നിന്റെ തല വെട്ടിക്കളയും. നീ ഖാജയോട് ചോദിച്ച് കണ്ട കാഴ്ച തിരിച്ചു വാങ്ങും. അപ്പയാണ് അയാളെ മനസ്സിക്ക് പേടി കുടുങ്ങിയത്. അദ്ദേഹത്തിന്റെ ബേജാറ് രാജാവല്ലേ പറഞ്ഞ് തലവെട്ടുമെന്ന്. അദ്ദേഹം അങ്ങ് വിളിച്ചു, ഖാജ, എന്റെ കണ്ണിന് കാഴ്ച തന്നില്ലെങ്കിൽ ഈ രാജാവിന്റെ തല വെട്ടിക്കളയും, നിൽക്കാൻ കഴിയില്ല. അയാളെ ബേജാറിന്റെ വിളി കൊണ്ട് തിരിച്ചു വരുമ്പോ ഔറംഗസീബിന് കാണേണ്ടി വന്നത് കാഴ്ചയുള്ള കണ്ണുമായി ആ മനുഷ്യനെയായി. ഇത് ഖാജയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഖാജയെ വിളിക്കും പോലെ വിളിച്ചാൽ, കാണും പോലെ കാണാൻ. പ്രിയപ്പെട്ടവരെ, ഖാജക്ക് ഇഷ്ടപ്പെട്ടത് ഖുൽ ഹുവല്ലാഹ് സൂറത്തുകൾ വർദ്ധിപ്പിക്കലാണ്. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മുസ്ലിംസിലാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പൂതി വെച്ച്, ഇനി ഞാനിവിടെ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എൻ്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മുസ്ലിംസിലാർ പ്രായമുള്ള ആളുമല്ലേ. അപ്പം മുസ്ലിംസിലാർ പറയാണ്, ഷെയ്ഖുനായ ഒന്ന് വിളിച്ചു നോക്കാം, ഷെയ്ഖുനായ ഒന്ന് വിളിച്ചു നോക്കാം. മുസ്ലിംസിലാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിംസിലാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ,
എൻ്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്താൻ ഏതായാലും കഴിയില്ല. എനിക്കിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ ഹറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 പാർട്ടി ഓതിയിട്ട് പെട്ടെന്ന് ഏതോ ഒരാൾ ഈ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ചെയ്യുന്ന തസവൂറാവില്ല, അത് വേറെ കാര്യം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ചെയ്യുന്ന തസവൂറാവില്ല, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോൾ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇതത്ര ആകോ എന്നൊരു ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോന്നാ, ഇതിൻ്റെ അപ്പുറാവും. അപ്പം എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ശൈഖുന നേടിയെടുത്തത്. ബഹുമാനപ്പെട്ട ശൈഖുനാക്കൾ അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ശൈഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി 2 നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരായിട്ട് ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ്, അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CM-ന്റെ അടുത്തിട്ട അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം. ഇത് കിഡ്നി നഷ്ടപ്പെട്ട് 2ന്റെ പ്രവർത്തനം 100% നിലച്ച്, പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന, രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ്, പിന്നെ അതും നടക്കാതെ വരുമ്പോൾ CM എത്തുമ്പോൾ അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. മാറുകയാണ്, വെറും ഒരു ലഭ്യമല്ല, അതൊരു അധികാരം തന്നെയാണ്. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ, ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ, ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ, CK പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അങ്ങിൻ തുണ നൽകിടണേ, CK പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരെ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ, അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ, എങ്കിലും ഈ ഖൽബിലേക്കൊരു നോട്ടം നൽകിടണേ, നോട്ടം നൽകിടണേ. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി.
ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതല്ല അള്ളാഹു അല്ലാത്തവരോടാണോ പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. വഹാബികളുമായി നമുക്ക് അങ്ങനെ ഒരു തർക്കവും മറ്റേ ഇല്ലതാനും.